ചിന്നൂസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റിയായി നമുക്കൊന്ന് മത്തി ഫ്രൈ ചെയ്താലോ? അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 8 മത്തി നന്നായി വൃത്തിയാക്കി കഴുകി ഒന്ന് വരഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത് തുടുത്ത കാന്താരിമുളക്, പിന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്ന കുരുമുളക്, പച്ച കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ച കുരുമുളക് ആണ് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് പച്ച കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ചുള ഉള്ളി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പച്ച കുരുമുളകും നല്ല പഴുത്ത തുടുത്ത കാന്താരി മുളകും എടുത്തിരിക്കുന്ന ഉള്ളിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ആ മീനിലായിട്ട് പരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ മിശ്രിതം മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ നമുക്ക് വെച്ചേക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മീൻ അതിലിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ പാനിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചേക്കാം. അപ്പോൾ ആ കാന്താരിമുളകിൻ്റെയും ആ കുരുമുളകും എല്ലാം നന്നായിട്ട് ഒന്ന് മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല കുരുമുളകിൻ്റെയും കാന്താരിമുളകിൻ്റെയും ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻ മറിച്ചിട്ട് ഏകദേശം ഒന്ന് ആയതിനു ശേഷമാണ് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കറിവേപ്പില കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എല്ലാ കാന്താരിമുളകും കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്